ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ 25 റമദാൻ 25 പിറന്നു. നമ്മൾ നോമ്പിൻ്റെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊന്നും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരിക്കടിയും ചിക്കൻ കറിയും മാത്രമേ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ വീട്ടിൽ കാണിക്കാം. ഞാൻ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ഇതും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കിച്ചണിൽ കയറാൻ. വേറൊന്നുമല്ല, മടി പിടിച്ചിരുന്നു അത്ര തന്നെ. അപ്പോൾ ഞാനും നിഷയും പിന്നെ അജ്മലാക്കി നമ്മൾ അഞ്ചു മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ നോമ്പുറക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മാക്കുപ്പാക്ക് ഒരു തുറണ്ടായിരുന്നു, നോമ്പുത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ പോയി. അപ്പോൾ ഞങ്ങൾ മാത്രമായതുകൊണ്ട് തന്നെ പൊറാട്ട മേടിക്കാമെന്നാണ് കരുതിയത്. കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഇത് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കിച്ചണിൽ കയറാൻ മടി പിടിച്ചത്, നേരം വൈകിയതൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇതിലിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോമ്പുത്തറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ഞാൻ നിഷയും അഞ്ചതും കാര്യം മക്കളും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ അയ്യായിട്ട് കുറേ പുറത്തൊക്കെ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ നമ്മൾ ബൈക്കായിട്ട് പോകുമ്പോൾ അവനെ കൊണ്ടുപോകാറില്ല. ഐസിനെ ഇമ്മിനെ മാത്രമേ, ആരെങ്കിലും ഒരാൾ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ അവനക്ക് ഭയങ്കര വിഷമം. അപ്പോൾ എന്നാൽ ഞങ്ങൾ അവനെയും കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബാക്കി നമ്മുടെ നോമ്പുത്രേൻ്റെ ഐറ്റംസോ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, പോകുന്നതിന് മുന്നേ നമുക്ക് നോമ്പുത്രയ്ക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. സമൂസ ഉണ്ടായിരുന്നു, അതുപോലെ നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ അതുകൊണ്ട്, ചിക്കു ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ ഏകദേശം ടൈമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാം ലാസ്റ്റിക്ക് വെച്ചപ്പോൾ എല്ലാ ടൈമും തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു, അതേ നേരം വഴുകി. അപ്പോൾ നമ്മൾ കരുതിയിരുന്നാൽ പിന്നെ ടേബിളൊക്കെ വെച്ച് സെറ്റാക്കുന്ന ഒരു വീഡിയോസ് എടുക്കാമെന്ന് കരുതിയിട്ടു. അങ്ങനെ പിന്നെ ഇത് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചു. അതിന് പുറമേ ഇത് നമ്മൾ ചിക്കു ജ്യൂസ് ഉണ്ടായിരുന്നു, അതും കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പൊരിക്കടിയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. ഇതിന് ശേഷം നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇത് നേരെ കിച്ചണിൽ വന്നിട്ട് നെയ്ച്ചോറ് വെക്കാൻ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറൊക്കെ വേറെ ഒന്നല്ല, കാരണം നമ്മൾ പൊറാട്ടയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്ലാനിങ് എല്ലാം തെറ്റി. ഇതേ നമ്മുടെ ഹോട്ടലിലൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നം നല്ലോണം രൂക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോയപ്പോൾ പൊറാട്ട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ ഹോട്ടലുകളും മിക്ക ഹോട്ടലും അടച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തു, നേരെ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു, അതെടുത്ത് വെക്കാമെന്ന് കരുതി. അങ്ങനെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറൊക്കെ അത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ കുറച്ചും കൂടെ നെയ്യ് ഇതേ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ സെറ്റാക്കി നമ്മൾ നെയ്യ് ഇതേ തൂക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം ചോറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാ ഭാഗങ്ങളും നെയ്യെത്തണമല്ലോ. അപ്പോൾ ഇതേ ചോറൊക്കെ നല്ലോണം അടിമേലെ മറിച്ച് കൊടുത്ത് നല്ല കട്ട കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ചെമ്പട്ടിലോട്ട് മാറ്റി. പിന്നെ ചൂടോർക്കരെ കഴിക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഇല്ല. ചൂടാറി കഴിക്കുമ്പോൾ തീരെ അങ്ങനെ സത്യം പറയാൻ എനിക്കിഷ്ടമല്ല. ആ ചൂടോർന്ന് കഴിക്കണം, അപ്പോഴാണ് ഒരു രസം ഉണ്ടാവുക. അപ്പോൾ നമ്മളിതേ പിന്നെ നേരെ ചെമ്പട്ടിലേക്ക് കൂട്ടിയിട്ടുണ്ട്. കാരണം ഭക്ഷണം കഴിക്കാൻ ടൈമായി. ഫുഡിൻ്റെ ടൈമൊന്നുമല്ല, പക്ഷേ നമുക്ക് പുറത്ത് പോകണം. അപ്പോൾ നേരത്തെ ഫുഡ് കഴിച്ചാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അതെല്ലാവരും ടേബിളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചോറൊക്കെ റെഡി ആയി. നമുക്ക് എന്ത് ചെയ്യാം, പപ്പടം പൊരിക്കാം. പപ്പടം പിന്നെ ഇവിടെ മെയിനായിട്ട് നെയ്ച്ചോറായിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പപ്പടം നിർബന്ധമാണ്. അപ്പോൾ നമ്മളിത് ചോറൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പപ്പടം വെറുതെ തിന്നുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഈ പുട്ടക്കാണെങ്കിലും ചോറ്റിക്കാണെങ്കിലും പപ്പടം തിന്നുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതായത് നെയ്ച്ചോർക്കൊന്നും ഇഷ്ടമല്ല, സാധാ ചോർക്ക് ഞാൻ കഴിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ മാറ്റി ഒരുങ്ങി എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ വീണ്ടും സൈക്കിളിലാണ്. സൈക്കിൾ ചവിട്ടിൽ തന്നെ ഫുൾ ടൈം ഒരു പണിയാണ്. അങ്ങനെ ഞങ്ങൾ മാറ്റി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇക്കാക്കാനും കൂടെ വെയിറ്റ് ചെയ്തൊക്കെയാണ്. അത് നിശ്ചയം ചെയ്തൊക്കെ പുറത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇതേക്കാക്കി എത്തിയിട്ട് ആണെന്നുണ്ടെങ്കിൽ സൈക്കിൾ വിട്ടിട്ട് വരാനും വയ്യ. പിന്നെ ഇപ്പോൾ വന്നല്ലേ പറ്റും, ആളില്ലല്ലോ വീട്ടിൽ. പിന്നെ ലായസ്മോ ഞങ്ങളെ കൂടെയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവർ ബൈക്കിലായതുകൊണ്ട് തന്നെ പിന്നെ മോന് കാറ്റ് കൊണ്ട് ബൈക്കും വരണമെന്ന് കരുതി നമ്മളെ കൂടെയാണ് അവൾ മോനെ തന്നിട്ടുണ്ടായിരുന്നത്. നിഷയ്ക്ക് വണ്ടി പഠിക്കും ചെയ്യാമല്ലോ, ഒറ്റയ്ക്ക് പോകുന്ന ടൈമിലല്ലേ വണ്ടി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഞങ്ങളിതേ ഓട്ടോറിക്ഷയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുന്നായിട്ട് ഇതേ നിഷി അമിച്ചതും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ലായസ് മോൻ അങ്ങനത്തെ ഒരു വിഷയം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മ ഇപ്പം അവൻ്റെ കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ അവൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. അതെ, അവർ നേരെ മുന്നിൽ പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഷെഫ് സ്റ്റോറി ഉണ്ടല്ലോ, നമ്മുടെ ആലത്തൂർ സ്ക്വയറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അവിടെ പോകാമെന്ന് കരുതി. അവിടെ പിന്നെ കുൽക്കി സർബത്തും ചെറിൻ്റെ ഐസ് അതുപോലെ ഉപ്പിലിട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൻ അതിനാണ് കുറേ ദിവസമായിട്ട് വാശി പിടിച്ച് കരണ്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവൻ്റെ ആഗ്രഹം അതല്ലേ വെച്ചിട്ട് നമ്മൾ അവരിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷെഫ് സ്റ്റോറിയിൽ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ അത് കയറി നോക്കി. കാരണം 2 ദിവസം തലേ ദിവസം അഞ്ചത് അവിടെ നമുക്ക് ചെറുഡേസ് കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വലിയൊരു ക്ലാസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്.
നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് അങ്ങോട്ട് പോയത്. പക്ഷേ എമിമോൾ ഇത് നമ്മളെ കൊണ്ടേൽ ഇന്ന് എമിമോൾ 3ാമത്തെ നോമ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ മാഷാഅല്ലാ. അപ്പോൾ ഓള് പറഞ്ഞു ഇനി കൂടെ വീഡിയോ എടുക്കുന്ന പറഞ്ഞു. പക്ഷേ നമ്മൾ നോമ്പ് തുറക്കുന്ന വീഡിയോയിൽ അവൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൾ രാവിലെ മുതലേ എളാപ്പാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നോമ്പ് പറഞ്ഞിട്ട് ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വാശി പിടിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ ഉച്ചക്കൊക്കെ അവിടെ കിടന്നിട്ടാണ് ആൾ ഉറങ്ങിയത്. വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത് പോയി വയ്ക്കുന്ന ആൾക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3ാമത്തെ നോമ്പ് അവൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഈ ഒരു വയസ്സിൽ, അതായത് 5 വയസ്സിലൊക്കെ നോമ്പ് നോക്കുക എന്നുള്ളത് ഞാനൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊന്നും ഞാൻ നോമ്പ് നോക്കിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല 5ാമത്തെ വയസ്സിലൊന്നും. പക്ഷേ ഇന്ന് എൻ്റെ മകൾ നോക്കി നടന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷെഫ് സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു എല്ലാ ദിവസം നമ്മൾ ഇവിടുന്ന് അംജത്ത് നമുക്ക് കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറണ്ടേസൊക്കെ കുലിക്ക് സർബുദാനും ദിവസം കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വില പറഞ്ഞത് വളരെ കുറവായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ പോയപ്പോൾ അത്രയും പേര് നമ്മൾ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു, സാധനം അതായത് നമ്മുടെ ചെറണ്ടേസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ട് റേറ്റ് അങ്ങോട്ട് കൂട്ടി. അപ്പോൾ നമുക്കത് അങ്ങോട്ട് പറ്റിയില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം തലേ ദിവസം നമ്മളവിടെ മേടിച്ചത്. എന്നാൽ പിന്നെ അതിനനുസരിച്ച് അവർ ആ റേറ്റിലല്ലേ നമുക്ക് തരേണ്ടത്. പിന്നെ എന്നാൽ കാര്യം ഏതായാലും വന്നതല്ലേ എന്ന കാര്യം നമ്മൾ ഉപ്പിലിട്ട്, അതായത് നമ്മുടെ മാങ്ങ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അത് രണ്ടും ഓരോന്നെടുത്ത് മസാലയൊക്കെ തേച്ച് കഴിച്ചു. നേരെ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. വണ്ടി കയറിയതേ നമ്മളവിടുന്ന് ഒക്കെ കഴിച്ചു. നേരെ പിന്നെ നമ്മൾ പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇവിടുക്കാണ്, നമ്മുടെ കാരത്തൂർക്കാണ് കേട്ടോ. സത്യം പറഞ്ഞ സ്ഥലം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ ഷെഫ് സ്റ്റോറിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ പോക്കിൽ നമ്മൾ പല സ്ഥലത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല. പിന്നെ നരിപ്പറമ്പൊക്കെ പോകേണ്ടതെന്നുള്ളൊരു മടി കൊണ്ട് തന്നെ നമ്മൾ തിരൂർ റോട്ടിന് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാമെന്ന് കരുതി. ഏതായാലും മക്കളെയും കൊണ്ട് നമ്മൾ ഇറങ്ങിയതല്ലേ, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി നമ്മൾ നേരെ വിട്ടു. അപ്പോൾ നിഷ പറയുക ചെയ്തത് കാരത്തൂരുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ അവർ നേരെ അങ്ങോട്ട് വിട്ടു. ഞങ്ങൾ വൈത്താലും അവരെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ അവരവിടെ എത്തി. നമ്മൾ എത്തുന്ന മുന്നേ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നിഷ നമ്മുടെ ബൂസ്റ്റ് കുലിക്ക് അങ്ങനെ എന്താണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ കാരത്തൂർ റോഡ് സൈഡിൽ തന്നെ കേട്ടോ ഇവർ നടത്തുന്നത് 2 പയ്യന്മാർ. അവരുടെ സർവീസ് നല്ല അടിപൊളി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും മാഷാഅല്ലാ. എന്തായാലും പോട്ടെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അറിയോ, നമ്മുടെ ഇളനീൻ്റെ ചെറണ്ടേസ് അങ്ങനെ എന്തുണ്ടല്ലോ, ഇളനീൻ്റെ ഫ്ലേവർ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കൾക്കൊക്കെ ബൂസ്റ്റിൻ്റെ ഫ്ലേവറായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അംജദ്, പിന്നെ നമ്മുടെ എന്താ പറയുക ഫാഷൻ ഫ്രൂട്ടിൻ്റെതായിരുന്നു. അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് ഉള്ള സംഭവങ്ങളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ബൂസ്റ്റിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇളനീരും അതുപോലെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടായിരുന്നു. അങ്ങനെ അതായത് എല്ലാവരും അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെന്താണ്, അപ്പോൾ ലായസ്മാൻ തിരിച്ചു വരുമ്പോൾ നമ്മളെ കൂടെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ നാളെ കാണാം. അപ്പം ഓക്കെ ടിച്ചാ.